നമസ്കാരം. കണ്ണപ്പ വിഷ്ണു മഞ്ജു എഴുതി മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത് വിഷ്ണു മഞ്ജു തന്നെ നായകനായി ഇന്ന് തിയേറ്ററിലെത്തിയ സിനിമയാണ് കണ്ണപ്പ. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോക തോൽവി. വേറെ ഒന്നും എനിക്ക് അതിനെപ്പറ്റി പറയാനില്ല. അത് തന്നെയാണ് സിനിമ. 3 മണിക്കൂറും 2 മിനിറ്റും തിയേറ്ററിൽ നിന്ന് പുഴുക്കുമായിരുന്നു. ഈ ചില സിനിമകളുടെ ട്രെയിലർ നമ്മൾ കാണുന്ന സമയത്ത് അതിന്റെ ഗതി എങ്ങോട്ടാണെന്നുള്ളത് ആദ്യമേ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ സിനിമയുടെ കാര്യത്തിൽ ശരിയാക്കൊള്ളണമെന്നില്ല, പക്ഷേ മെജോറിറ്റി ഓഫ് സിനിമകൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇതിനു മുമ്പ് എനിക്ക് തോന്നിയ സിനിമയായിരുന്നു ഇന്ത്യൻ 2, അതുപോലെ തന്നെ കങ്കുവ. ഇതിനൊക്കെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാണ് സിനിമ എങ്ങോട്ടാണ് പോകുന്നത്. ആ ശ്രേണിയിലേക്ക് തന്നെ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ. എക്സാക്ട്ലി ഞാൻ വിചാരിച്ചത് എന്താണോ അത് തന്നെയാണ് എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. വേറൊന്നും ഒരു അത്ഭുതം എന്നെ പെടുത്തിയിട്ടില്ല. ഈ സിനിമയുടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് വൻ കോമഡിയാണ്. പിന്നെ നീലകണ്ഠനായിട്ടുള്ള അക്ഷയ് കുമാറിന്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഈ ശിവനാണല്ലോ. അപ്പൊ ശിവനാണെങ്കിൽ ഇതിനകത്ത് പാൻറ്റിട്ടുണ്ടിരിക്കുന്നത് മറ്റേ എന്തോ ചുരിദാറോ അതോ ഷർവാണിയോ അങ്ങനത്തെ കണ്ട സാധനത്തിന്റെ ഒരു പാന്റ് തയ്പ്പിച്ചിട്ടേക്കുവാ. കൂട്ടത്തിൽ അപ്പുറത്ത് മറ്റേ കാജൽ അഗ്രവാൾ ഇരിപ്പുണ്ട്, സാരി കൊടുത്തുണ്ട്. അവിടെ തന്നെ ഈ സിനിമയുടെ ഒരു ഗതി എങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നുള്ളൂ ഓപ്പണിംഗ് ഷോട്ടിൽ തന്നെ. അപ്പൊ അക്ഷയ് കുമാർ ഒരു മിസ്കാസ്റ്റ് ആണെന്നും തുടക്കത്തിൽ നമുക്ക് കാണിച്ചു തന്നുണ്ട്. അക്ഷയ് കുമാർ ആണെങ്കിൽ പിന്നെ ഇവിടെ എന്തോ നീല പെയിന്റ് അടിച്ചേക്കാന്ന് ഞാൻ ട്രെയിലറിൽ വിചാരിച്ചു. പക്ഷേ VFX ആണ്, എന്തൊക്കെ അനങ്ങുന്നുണ്ട് ഈ ഇവിടെയൊക്കെ. അതുപോലെ തന്നെ കാജൽ അഗ്രവാളിനൊന്നും ഒരു രീതിയിലും ആ ഒരു പിന്നെ പാർവതിയുടെ റോള് കൺവിൻസിംഗ് ആയിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ എന്താണ്, അത് തന്നെ ഒട്ടുമിക്ക മലയാളികൾക്കും തോന്നിയിട്ടുണ്ടാണ്. കാരണം തിയേറ്ററിൽ ആളില്ലായിരുന്നു. മിനിമൽ ആയിട്ടുള്ള ഓഡിയൻസിനെ വെച്ചുകൊണ്ടാണ് ഈ പിന്നെ സിനിമ ഓടിച്ചത്. ഇന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചൊന്നുമല്ല, പക്ഷെ എങ്ങനെയോ കണ്ടു. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇതെന്തുവാ എഴുതി വെച്ചേക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ ഡയലോഗ് എന്നൊക്കെ വെച്ചാൽ വളരെ മോശം, ഒരു ബന്ധവും ഇല്ലാതെ സംസാരിക്കുന്ന കുറെ ഡയലോഗുകളും അതിന്റെയൊക്കെ കുറെ വളിച്ച കുറെ പാട്ടുകൾ, പിന്നെ ഇമോഷണൽ രംഗങ്ങളൊക്കെ വളരെ മോശമായിട്ട് തന്നെയാണ് ഇതിനകത്ത് സ്ക്രിപ്റ്റ് എഴുതി വെച്ചേക്കുന്നത്. ഈ സിനിമ എല്ലാം കൊണ്ടും ഒരു പരാജയമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതിപ്പോ സ്ക്രിപ്റ്റ് കൊണ്ടായിക്കഴിഞ്ഞാലും, ഡയറക്ഷൻ കൊണ്ടായിക്കഴിഞ്ഞാലും, മ്യൂസിക് കൊണ്ടായിക്കഴിഞ്ഞാലും, കോസ്റ്റ്യൂം കൊണ്ടായിക്കഴിഞ്ഞാലും, VFX ആയിക്കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും എല്ലാത്തിലും ഈ സിനിമ ഒരു പരാജയം തന്നെയാണ്. 200 കോടിയൊക്കെ മുടക്കിയിട്ടുണ്ട്. എന്നിട്ട് സിനിമയ്ക്ക് അത് VFX ചെയ്ത് വൻ കോമഡി. ഇതിനകത്ത് ചെലന്തിയൊക്കെ വരുന്ന സീനുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് CG എന്നൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് ചെയ്യുന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ സിനിമയ്ക്കകത്ത് എനിക്ക് പേഴ്സണലി പരിചയമുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. അതിനകത്ത് ശരത് കുമാർ ഒക്കെ ഉണ്ട്. ശരത് കുമാർക്ക് വൻ കോമഡി പീസ് ആയിരുന്നു സിനിമയ്ക്കകത്ത് ഉടനീളം തന്നെ. സ്റ്റീഫൻ ദേവസിയും മണി ശർമ്മയും കൂടി ചേർന്നിട്ടാണ് ഇതിനകത്ത് മ്യൂസിക് ചെയ്തേക്കുന്നത്. പിന്നെ മണി ശർമ്മ ആണെന്ന് എനിക്കറിയത്തില്ല, സ്റ്റീഫൻ ദേവസി അറിയില്ല, നമ്മുടെ മലയാളിയാണ്. അപ്പൊ ഇവർ രണ്ടും കൂടെ ചെയ്തേക്കുന്നത്. പക്ഷേ സോങ്സ് ആയിക്കോട്ടെ, ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, എല്ലാം വളരെ വീക്കും വളരെ മോശവും പിന്നെ ഒരുപാട് ലൗഡ് ആയിട്ടുള്ള മ്യൂസിക്കാണ് ഉടനീളം സിനിമയ്ക്കകത്ത്. അതിനകത്ത് ബ്രഹ്മാനന്ദം ഒക്കെ ഉണ്ട്. ബ്രഹ്മാനന്ദം ആണെങ്കിൽ കോമഡി കാണിക്കാൻ ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തെലുങ്കന്മാർ കോമഡി ആണല്ലോ. നമുക്ക് മലയാളികൾക്ക് എനിക്ക് ആ സിനിമ കോമഡി ഒന്നും യേശുമില്ല. ഇതിനകത്തൊക്കെ കോമഡി കാണിക്കാനായിട്ട് പുള്ളി ശ്രമം നടത്തിയിട്ടുണ്ട്, പക്ഷെ ആരും ചിരിക്കുന്നില്ല. ഈ സിനിമയ്ക്ക് ഈ പറയുന്ന റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും കേരളത്തിലൊക്കെ കുറച്ചെങ്കിലും ആള് കയറുന്നതിന് മെയിൻലി കാരണമായിട്ട് 2 പേരാണ്. അത് ഇതിനകത്ത് അറിയാമല്ലോ, ഇതിനകത്ത് പ്രഭാസും ഉണ്ട്, അതുപോലെ ലാലേട്ടനും ഉണ്ട്. പ്രഭാസൊക്കെ പ്രഭാസിനെ ആണെങ്കിൽ എല്ലാ ഡയറക്ടേഴ്സിനും ഒന്നും അങ്ങനെ മേയ്ക്കാൻ പറ്റുന്ന ഒരു നടനെയല്ല പ്രഭാസ്. അത് അദ്ദേഹത്തിന്റെ പല സിനിമകളിലും അദ്ദേഹം തെളിയിച്ചിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ പ്രഭാസൊക്കെ ഇതിനകത്ത് വൻ കോമഡിയാണ്. പ്രഭാസിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പ്രഭാസിന്റെ അങ്ങനെ ഒരു റോളിന് വേണ്ടി പ്രഭാസിനെ കാസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ല. അതുപോലെ തന്നെ ലാലേട്ടൻ എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിലാണെങ്കിൽ എമ്പുരാനും അതുപോലെ തന്നെ തുടരും പോലുള്ള 2 വലിയ ഹിറ്റ് സിനിമകൾക്ക് ശേഷം അഭിനയിക്കുന്ന സിനിമയാണിത്. ഇതിനകത്ത് കാണിച്ചത് മറ്റേ മാർക്കർ വെച്ചിട്ട് മുഖത്ത് വരച്ചതുപോലുള്ള മേക്കപ്പും അതുപോലെ മൊത്തത്തില് ഡയലോഗ് ഡെലിവറിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ മോശം. ഇത്രയും വലിയ ബഡ്ജറ്റില് ഈ ഒരു സിനിമ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ വിഷ്ണു മഞ്ജുവിന്റെ ഇതിനു മുമ്പ് ഞാൻ വേറൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. പുള്ളിക്കാരന്റെ പേര് തന്നെ കേൾക്കുന്നത് ഞാൻ ഇപ്പൊ ഈ സിനിമയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിനു മുമ്പ് വിഷ്ണു മഞ്ജു ആരാന്ന പോലും എനിക്കറിയത്തില്ല. പുള്ളിക്കാരന് ബാക്കിയുള്ള സിനിമ ഏതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇതിനകത്ത് വിഷ്ണു മഞ്ജുവും പിന്നെ അതുപോലെ നായികയുടെ പേര് ഞാൻ വിട്ടുപോയി. അപ്പൊ നായിക അവരുടെയൊക്കെ ഈ പറയുന്ന ബാഹുബലിക്കകത്തെ മറ്റേ പ്രഭാസും തമന്നയും കൂടിയുള്ള പ്രണയമുണ്ട്. ആ രീതിയിലുള്ള പ്രണയത്തിന്റെ കുറെ സീനുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ കാണിക്കൂ, ഒന്നിനും ഒരു ലോജിക്കും ഇല്ല, ഒരു ലക്കും ലഗാനും ഇല്ല. മാഞ്ഞു പോകുന്നു, പ്രത്യക്ഷപ്പെടുന്നു, പിന്നെ അങ്ങനത്തെ കുറെ ഈ പറയുന്ന ചന്ദ്ര വെളിച്ചത്തിലുള്ള ഫൈറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ വൻ കോമഡി ആയിരുന്നു. അതായത് ബ്ലർ ചെയ്തിട്ടുള്ള ഫൈറ്റ്, അത് നായകനെ മാത്രം കാണാം, ബാക്കിയുള്ള അടിക്കാൻ വരുന്ന ആളുകളൊന്നും കാണാൻ ബ്ലർ ആയിട്ട് കിടക്കും. അങ്ങനത്തെ ഫൈറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ചോര കാണിക്കുന്ന ബ്ലർ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ സിനിമ മൊത്തത്തിൽ പോക്കാ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ടിയിരുന്നില്ല ഇങ്ങനത്തെ ഒരു സിനിമ. അതാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം.